ഇതിപ്പം കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എത്ര ആളുണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെയാണ് താമസിക്കുന്നത്. ഈ വയൽ കൃഷിപ്രദേശത്താണ്. അതിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ മോൻ എന്താ സുഖം എന്നറിയാം, എന്താ തണുത്ത കാറ്റ്. ഉച്ചയ്ക്ക് നല്ല ചൂടുണ്ടാവും. ഉച്ചയ്ക്ക് ഞാനിവിടെ ഉണ്ടാവാറില്ല. ഇപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ രാത്രി നല്ല തണുത്ത കാറ്റാണ്. നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ എന്താണ്? ഇത് ഏപ്രിൽ മാസമാണ്. ഫെബ്രുവരി ഞാൻ വന്നു. ഫെബ്രുവരി മാർച്ച്, ഇത് ഏപ്രിൽ മാസം. ഇത് ഞാൻ വിചാരിക്കുന്നത് അറിയാം, നമ്മളിപ്പോൾ മെനിഞ്ഞാന്ന് രാത്രി ഇതിൻ്റെ മുതലാളി, ഈ കൃഷിപ്പാടത്തിൻ്റെ ഓണർ, ഈ കാണുന്നൊക്കെ കൃഷിപ്പാടത്തിൻ്റെ ഓണർ വന്നിരുന്നു. എന്നോട് ഞങ്ങൾ നടത്തിയ, ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ അധികം പെട്ടെന്ന് നേരിട്ട് സംസാരിക്കുന്നതല്ല. അപ്പോൾ എനിക്ക് പിടിച്ചാലേ ഞാൻ ആൾക്കാർ സംസാരിക്കും. അങ്ങനെ ഇദ്ദേഹം വന്നു, കാര്യങ്ങൾ സംസാരിക്കും. കന്നഡക്കാരനാണ്. നേരെ ഞാൻ കന്നഡയിൽ തിരിച്ച് പറയുന്ന കേട്ടിട്ട് കന്നഡ ബറുത്താ? ഞാൻ പറഞ്ഞു ബറുത്തെ, ഞാൻ മംഗ്ലൂരാവുന്നു അങ്ങനെ പറഞ്ഞല്ലോ. പിന്നെ ഇയാളങ്ങ് തുടങ്ങി. എൻ്റെ മോനെ 1 മണിക്കൂർ സംസാരിച്ച് പിന്നെ ലാസ്റ്റ് ചോദിക്കുക 50 ഉറുപ്പ്യ വരുമെന്ന്. ഞാൻ 50 ഉറുപ്പ്യ കൊടുത്ത്. സംഭവം എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, പ്രത്യേകം പറയണ്ട. അങ്ങനെ പോയി. ആൾ നല്ല സംഭവം ഒപ്പിച്ചിട്ടാണ് വന്നത്. അങ്ങനെ എന്നോട് ഇവിടുത്തെ കൃഷീനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞാണ്. അങ്ങനെ ഇതാ മറ്റേതാ മറിച്ചതെന്നാണ് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വലിയ കോടീശ്വരനാട്ടാ. വലിയ കോടീശ്വരനാണ്. നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, വരുന്നുണ്ട്, എല്ലാ പക്ക കർഷകർ. ഇക്കാര്യം ഞാൻ പറഞ്ഞു, ഈ ചപ്പുണ്ടല്ലോ ഇവിടുന്ന് അവിടുത്തെ വരെ കിടക്കുന്നുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഇത് ഫുള്ള് എന്താ സംഭവം എന്നറിയാം? ഈ നമ്മളെ രേഷ്മി പുഴു ഉണ്ടല്ലോ, രേഷ്മി പുഴു, നമ്മളെ ഇതുണ്ടാക്കുന്ന സിൽക്കാ കോട്ടനാ അങ്ങനത്തെ ഉണ്ടാക്കുന്ന പുഴുവിന് തിന്നാൻ കൊടുക്കുന്ന. വെറും ഇത് 1 കിലോ കൊടുത്തു കഴിഞ്ഞാൽ 40 ഉറുപ്പ്യ കിട്ടും. വെറും ഇത് പരങ്ങൾ, കായ്കൾ ഉണ്ടാകണ്ട, ഫ്രൂട്ട്സുകൾ ഉണ്ടാകണ്ട. ഇതൊരു കുറച്ചൊരു 3 മാസമായിട്ടും വെക്കേണ്ടി വരും. എന്നിട്ട് കൊത്തി അങ്ങ് കൊടുക്കും. എത്ര ഉണ്ടാവും അറിയാം? അത് കൊടുത്ത് വിറ്റ് കിലോന് 40 ഉറുപ്പ്യ. അത് ഫാക്ടറിക്കാർ കൊടുക്കുന്നത്. പിന്നെ അടുത്ത കാര്യം കാണുന്നില്ല ഈ സംഭവങ്ങൾ. ഇതെന്താ നിങ്ങൾ പറഞ്ഞട്ടെ? ഇത് ഒരു കുറച്ച് ദിവസം മുമ്പ് വെച്ചതാ. അടിപൊളി രാഗി എന്ന് പറഞ്ഞാൽ, നമ്മൾ രാഗി മില്ലറ്റാണ് ഇംഗ്ലീഷിൽ പറയുക. അത് അടിപൊളിയായിട്ട് വെച്ചിന്. കാരണം വെച്ചാൽ ഇവിടുത്തെ മണ്ണ് അടിപൊളിയാണ്. പിന്നെ ഇവർക്ക് വെള്ളം നല്ല അടിച്ച് കിട്ടുന്നുണ്ട്. കാരണം കർഷകരാണല്ലോ, ഇവർക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വേറെ സ്പെഷ്യൽ സാധനമുണ്ട്, ഞാൻ കാണിച്ചാൽ. ഇപ്പോഴത്തെ പോലെ തന്നെ ഇവിടെ തുളസി കട്ടയ്ക്ക് വേറെ തുളസിയും വേറെ ചെറിയൊരു ഇതും വെച്ചിട്ട് അവിടെ പൂജ ചെയ്യുന്നുണ്ട്. കർഷകരാണ്, അവർ അങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതൊരു സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇവരെന്തോ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടെങ്കിൽ നാഗരഹാവു, അതായത് സർപ്പമൊന്നും വരില്ല, അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന്. എന്താണെന്നറിയില്ല. പിന്നെ അടുത്തൊരു സാധനം മോനെ, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ നട്ടിട്ടുണ്ട്, എന്തോന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു സാധനം, ഇതാണ് മുതൽ. ഇത് നിങ്ങൾക്ക് എവിടെയും മാർക്കറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ പേരാണ് പൊതിനച്ചപ്പ്. ഞാനൊരു നുള്ളുന്നുണ്ട്. ഞാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചായ ഉണ്ടാക്കണം. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല മോനെ. എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു പുതിന ഞാൻ കണ്ടിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇദ്ദേഹം കർഷകൻ എൻ്റെ അടുത്ത് വന്നേരം ഞാൻ കാണിച്ചു, അത് കഴിച്ചു, വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളി സാധനം മോനെ. പക്ഷേ ഇത് അവർ മാർക്കറ്റ് സെയിൽ ചെയ്യാനല്ല, അവർ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ മാത്രമാണ് ഇതാക്കിയത്. പിന്നെ അവർ ഞങ്ങളോടൊരു വേറൊരു കാര്യം ചെയ്ത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തോ, എപ്പം വേണം എടുത്തോ എന്ന് പറഞ്ഞു. ഏത് കറിവേപ്പിൽ എത്ര വേണം എടുത്തോ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാണ്. അപ്പോൾ ഞാനെന്തായാലും ഞങ്ങളെ ബോസിനോട് പറയുന്നില്ല. കാരണം അവർ റെസ്റ്റോറൻ്റ് അല്ലേ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരാഴ്ചക്ക് തന്നെ ഇത് മതിയാവും തോന്നും. അന്ന് ഞാൻ പറയുന്നില്ല, നമുക്കത് ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ട്, ചെറിയ കുരുമുളക് നട്ടിട്ടുണ്ട്. അല്ല കുരുമുളകല്ല, ഇത് വെത്തില. ഇതും നാട്ടിയെന്ന് പറഞ്ഞാൽ നാടൻ വെത്തില. ഈ ഒരു വെത്തില ഇവിടെ നട്ടിട്ടുണ്ട്. മുല്ലപ്പൂ അതവിടെ മുല്ലപ്പൂ ഉണ്ട്. അങ്ങനെ ഒരു നല്ല രസമുള്ളൊരു സംഭവമാണ് ഇവർ. പിന്നെ
അവർ കർഷകർ മാത്രമൊന്നുമല്ല, അവർ പൈസക്ക് പലിശക്ക് കൊടുക്കുന്ന പലിശക്ക് പൈസ കൊടുക്കുന്ന ആളാണ്. ഈ വണ്ടിയെല്ലാം അങ്ങനെ പിടിച്ചെടുത്തതാണ്. പലിശക്ക് പൈസ കൊടുക്കും, അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, അതങ്ങ് വണ്ടി എടുത്ത് കൊണ്ടുവരും. അങ്ങനെ പിടിച്ചെടുത്തതാണിത്. പിന്നെ അതേപോലെ തന്നെ കുറേ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു സംഭവം. ഇവർ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏറ്റവും അവസാനത്തുള്ള ഈ കാണുന്ന അങ്ങോട്ടുണ്ട്, അത് അങ്ങോട്ട് കാടാ. ഈ ഇതിലൂടെയുള്ള പന്നികളില്ല, കാട്ടുപന്നികൾ ഓടും. പിന്നെ അതേപോലെ മയിൽ വരും, കാട്ടുപന്നികളോടും. പിന്നെ ഇടയ്ക്ക് ഇവിടെയെല്ലാം അതിൻ്റെ വേറൊരു സാധനമില്ലേ, എന്താ പറയുക, മുയൽ, പിന്നെ ഒരു വേറെ സാധനമുണ്ട് ഇങ്ങനെ, ജിങ്ക എന്ന് പറയും കന്നഡയിൽ. ജിങ്ക എന്ന് പറഞ്ഞാൽ ഡിയർ എന്ന് പറഞ്ഞാലും മലയാളത്തിൽ പറയാ, അതും കൂടിയും വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഇവർ കോടീശ്വരന്മാരെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ ഇവർക്ക് വീടുകളുണ്ട് വാടക കൊടുത്തിട്ട്, ഇതൊക്കെ വാടക കൊടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ മുകളിൽ ഒരു സിറ്റിത്തെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും കുറച്ച് വീടുകൾ വാടക കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു കോളേജ് ഉണ്ട്, കോളേജിൻ്റെ അടുത്തൊരു PG കെട്ടുകയാണ്. അപ്പോൾ അതും പോരാഞ്ഞിട്ട് ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് പൊളിച്ചിട്ട് 3 കോടിക്ക് ഇപ്പം ഫുള്ളായിട്ട് വലിയ ഗ്രാൻഡായിട്ട് വലിയൊരു കെട്ടിടം തന്നെ പണിയാൻ പോവാണ്. അതെല്ലാം എങ്ങനെയാണ്, ദേ ആർ കോടീശ്വരന്മാർ. അതുകൊണ്ട് നല്ല കർഷകരാണെങ്കിൽ നിങ്ങൾക്കും ആകാം കോടീശ്വരന്മാർ. അതുപോലെ തന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഇവർ പശു ഉണ്ടല്ലോ, നല്ല പശുക്കൾ കേട്ടോ, നല്ല ബഹുമാനിക്കുന്നുണ്ട് പശുക്കളെ. ഇവർ അറക്കാറൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ കാണുന്നില്ലേ, കെട്ടിട്ടിട്ടാണ് വളർത്തുന്നത്. അവിടെ കൊച്ച കൊച്ച ഞാൻ കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല. ഇതാ കൊച്ചെന്നും കണ്ട്, 2 കൊച്ചകൾ 3 പശുക്കൾ. ഇതേ കർഷകർക്ക് പശു വളർത്തലുണ്ട്, ആട് വളർത്തലുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ താമസിക്കുന്ന ആവാസ സ്ഥലം.